അടിപൊളി ടേസ്റ്റിൽ ഒരു മസാലച്ചോറ് എങ്ങനെ ഉണ്ടാക്കുന്നുള്ളത് നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലൊക്കെ ആക്കി കൊടുത്തേക്കാം. ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോഴേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇതേ അളവിൽ നിന്ന് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. കറക്റ്റ് അളവും കണക്കും ഞാൻ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് പട്ട, ഏലം, ഗ്രാമ്പു, ബേ ലീഫ് അതെല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് സവാള അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക. പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒന്നുകൊണ്ട് വെന്ത് വരുമ്പോൾ കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളി അരച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറി വരുമ്പോൾ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്തതിന് ശേഷം ക്യാരറ്റും ഉരുളക്കിഴങ്ങും ചേർത്തിട്ട് അതിലേക്ക് ഒരു ചെറുനാരങ്ങ പകുതി ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കുറച്ചൊന്നാണ് വെന്ത് വന്നതിൻ്റെ ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്നങ്ങോട്ട് ഈ പച്ചമണം മാറോളം ഒന്ന് വേവിച്ചെടുക്കുക. എന്നിട്ട് അല്പം വെള്ളം പാർന്നിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ വേവിച്ച് പാകത്തിന് കഴിക്കാനുള്ള പാകത്തിനായിട്ട് വേവിച്ച് വെച്ച ബസ്മതി റൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് സ്റ്റൗ ഓഫാക്കുക. മൊത്തമായിട്ട് ചേർത്തിട്ട് അതിന് മേലെ മല്ലിയില വാരി വിതറുക. എന്നിട്ട് ഒന്നിച്ചെണ്ണ മിക്സ് ചെയ്യുക. പരിപാടി കഴിഞ്ഞിട്ടാണ്. സിമ്പിളാണ്. ഇപ്പോൾ നേരത്തൊക്കെ ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കട്ടോ. എന്നിട്ട് ഇത് അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് അച്ചാർ, നല്ല കച്ചമ്പർ, അതിൻ്റെ മേലേക്ക് വേണമെങ്കിൽ നമുക്ക് ചിക്കൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സൂപ്പറാണ്. ഒന്നുണ്ടാക്കി നോക്കിയിട്ടോ.